ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വേഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു മുട്ട പപ്സാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കണം. 1 കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചോറ്, 1 കപ്പ് ചോറ് അരച്ചെടുക്കാം. 1 കപ്പ് ചോറ് ഞാൻ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് അരച്ചെടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുത്തുണ്ടായിരിക്കും. ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. ടേബിൾ സ്പൂണാണ്. 1 പിഞ്ച് ഉപ്പിട്ട് കൊടുത്തു. ഇത് ഈ മാവൊന്ന് നെയ്യുമായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരുന്ന ചോറ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ഇതിലുണ്ട്, ചോറിലുള്ള വെള്ളം. വേറെ പ്രത്യേകിച്ചൊരു വെള്ളം നമ്മളിതിൽ ഒഴിക്കുന്നില്ല. ഈ ചോറടിച്ചതാണ് നമ്മളിതിൽ ഒഴിച്ചു കൊടുത്തത്. ഇനി ഇത് കൈ കൊണ്ട് നന്നായിട്ട് ഞവടിയെടുക്കാം. അപ്പം നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അല്പസമയം ഇത് മൂടി വെച്ചിട്ട് ഇതിൻ്റെ മസാല റെഡിയാക്കാം. ഇതൊന്ന് മൂടി വയ്ക്കും. നമ്മുടെ പപ്സിന് വേണ്ടി ഞാൻ 4 മുട്ടയാണ് അടുപ്പിൽ വെച്ചിട്ടുള്ളത്. അത് പുഴുങ്ങി എടുക്കുകയാണ്. ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് അതുപോലെ ഞാൻ 3 മീഡിയം സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, 1 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളകും അധികം അരയാതെ ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് പാചകം ചെയ്ത് കത്തിച്ച് അതിലേക്ക് നമുക്ക് പാൽ വെച്ച് കൊടുക്കാം. പാൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. നമുക്ക് ഉള്ളി എളുപ്പം വാടിക്കിട്ടാൻ, സവാള വാടണമെങ്കിൽ പെട്ടെന്ന് വാടണമെങ്കിൽ നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ എളുപ്പം വാടിക്കിട്ടാൻ. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. സവാള ഏകദേശം ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി ഇത് ഫ്രഷ് കരിവേപ്പിലയാണ്, അതുകൊണ്ട് ഞാൻ കരിവേപ്പിലയാണ് ഉപയോഗിക്കുന്നത്, മല്ലിയില എടുത്തിട്ടില്ല. നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളതാണ് കറിവേപ്പില, ഞാൻ കടയിൽ നിന്ന് വാങ്ങാറുമില്ല. കുരുമുളക് ഞാൻ നന്നായിട്ട് ചതച്ചാണ് എടുത്തത്, അധികം പൊടിയണ്ട. ഇതിലേക്ക് 1 പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. മിക്സ് ചെയ്തു. ഗരം മസാല ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ പരത്തിയെടുക്കാം. ഇവിടെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മതി. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ മുകളിലോട്ട് വെച്ചിട്ട് ഒന്ന് ആക്കിയെടുക്കാം. പരത്തിയെടുക്കാം. ഇപ്പം മാവ് തൂറ്റി തന്നെ പരത്താം. എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് പരത്തുമ്പോൾ ഷേപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള മൈദ മാവ് കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. പൊടി ഇട്ടിട്ടേ പരത്താം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയും മൈദമാവും കൂടെ ഒന്ന് തേച്ച് കൊടുക്കാം. നമുക്ക് അടുത്ത ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് തേച്ച് കൊടുക്കാം. ഞാനിത് 3ാമത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. 4 എണ്ണമാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 3ാമത്തെയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. നമുക്കിത് തേങ്ങ ഇട്ട് കൊടുക്കുന്നത് 4 ടയറുകളായിട്ടാണ് ഞാൻ എടുക്കുന്നത്. നമുക്കിത് ഒന്ന് പരത്തിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഒന്ന് തൊട്ട് കൊടുത്താൽ മതി, അതങ്ങ് പിക്കോളും. നമുക്കിത് നന്നായിട്ട് ഒന്ന് പരത്തി നീളത്തിനെടുക്കാം. സ്ക്വയറായിട്ടാണ് നമ്മൾ എടുക്കാനുള്ളത്. അപ്പം നമുക്കിതിനെ
നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് നമുക്കൊന്ന് സ്ക്വയറാക്കി എടുക്കാം. ഇത് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാം. നമുക്കിതെല്ലാം ഒരു സ്ഥലത്ത് ഇട്ട് ഷീറ്റ് ഇടും. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് കണ്ടിച്ച് വയ്ക്കാം. എങ്കിലേ നമുക്ക് വയ്ക്കാനുള്ള യഥം കിട്ടുള്ളൂ. ഇതൊന്ന് പരത്തി വെച്ച് കൊടുക്കാം. അത് അല്ലെങ്കിൽ ചെറുതായിപ്പോൾ നമുക്ക് ഫ്രൈസ് കിട്ടില്ല. അതിനാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് വയ്ക്കാം. ഇതിലേക്ക് മസാല വെച്ച് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒറ്റ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതൊന്ന് ചുറ്റിച്ചെടുത്ത് നമുക്കിനി ഇത് കുക്കറിലേക്ക് പറക്കി വെച്ച് കൊടുക്കാം. കുക്കറിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. അടച്ച് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തു. ഇതിൻ്റെ വിസിൽ ഞാൻ മാറ്റിയാണ്. 3 മിനിറ്റായി. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തു. ഇനി നമുക്ക് 3 മിനിറ്റ് കൂടെ അടച്ചു വയ്ക്കാം. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. നമ്മുടെ പപ്സ് റെഡി ആയെന്ന് നോക്കാം. ഇപ്പം കൂടെ നമ്മുടെ പപ്സ് ആകാനുണ്ട്. ഇപ്പം കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പം നമ്മുടെ ഇത് പപ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. പപ്സ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈസി മുട്ട പപ്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.